കഴിഞ്ഞ ജൂലൈയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ പരിഹസിച്ചത്. ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ്. റഷ്യയുമായിട്ട് ചേരുമ്പോൾ രണ്ട് ചത്ത വിപണികൾ ഒന്നിക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, താഴോട്ട് പോകുകയേ ഉള്ളൂ, ഞാനതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പരിഹാസം. പ്രത്യേകിച്ച് തീരുവ ഭീഷണിയൊന്നും ഇന്ത്യക്ക് മുന്നിൽ ഏശിയില്ല എന്നുള്ള അതിൻ്റെ ഒരു അതൃപ്തിയൊക്കെ ആയിരുന്നു ട്രംപ് പ്രകടമാക്കിയത്. അതുമാത്രമല്ല, റഷ്യയിൽ നിന്ന് വ്യാപകമായ രീതിയിൽ വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ ആ ഒരു നിലപാടും ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു. എന്തായാലും ആ ഒരു ഭീഷണിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, അത് കഴിഞ്ഞ് ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. ഈ 3 മാസത്തിനുള്ളിൽ ഇന്ത്യൻ എക്കണോമി എവിടെ എത്തി, അമേരിക്കയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിത്യ ചെലവിന് പോലും പണം കണ്ടെത്താൻ പറ്റാതെ വലയുകയാണ് ട്രംപ് ഭരണകൂടം. ട്രംപിൻ്റെ സർക്കാർ അടച്ചുപൂട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിരിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ അമേരിക്കയിൽ ഗവൺമെൻറ് ഷട്ട് ഡൗണിലാണ്. സ്വാഭാവികമായിട്ടും നാസയുടെ പ്രവർത്തനങ്ങൾ വരെ അവതാളത്തിലായിരിക്കുന്നു. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പണം കണ്ടെത്താൻ സാധിക്കുന്നത്. പിന്നെ ഇനിയും ഈ ഒരു ഷട്ട് ഡൗൺ തുടരുകയാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ജോലി വരെ, പല ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയും ജോലി വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർ നിലവിലിപ്പോൾ അവധിയിലാണ്, ശമ്പളരഹിത അവധിയിലാണ്. അപ്പോൾ അമേരിക്കയിൽ എത്രത്തോളം പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ട്രംപ് ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗൺ അമേരിക്ക ശരിക്കും ബാധിച്ചിരിക്കുകയാണ്. കാരണം ദൈനംദിന ചെലവുകൾക്ക് പോലും ഗവൺമെൻറ്റിന് പണം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാടുകളാണ് ഇതിനൊരു പ്രധാന കാരണം. കാരണം നിർണായകമായ പല ബില്ലുകളും പാസ്സാക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ട്രംപ് ഗവൺമെൻറ്, ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പലതും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ, പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും ഷട്ട് ഡൗൺ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്ക അത് സാരമായി ബാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുംപിടുത്തം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രത്തെ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകുന്നില്ല. ആരോഗ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ബില്ലുകളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആ ഒരു ആവശ്യം ട്രംപ് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ട്രംപിൻ്റെ കടുംപിടുത്തം വലിയൊരു പ്രശ്നത്തിലേക്കാണ് അമേരിക്കയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത ജനുവരിക്കുള്ളിൽ 10ലധികം ബില്ലുകളാണ് പാസ്സാക്കാനുള്ളത്. ഇതൊന്നും പാസ്സായിട്ടില്ലെങ്കിൽ അമേരിക്കയിലെ സ്ഥിതി ഇതേ രീതിയിൽ തന്നെ രൂക്ഷമായി തുടരും. ഈ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ള അവസ്ഥ നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപിൻ്റെ ഈ പരിഹാസം വന്നതിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന വസ്തുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.8%. അതായത് ആ ഉയർന്ന വളർച്ചാ നിരക്ക് ഇന്ത്യ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 പാദങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണിത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്കാണ് 7.8%. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനൊപ്പം തന്നെ അമേരിക്കയുടെ ഏജൻസിയായ, റേറ്റിംഗ് ഏജൻസിയായ S&Pയുടെ ഏറ്റവും ഒടുവിലത്തെ റേറ്റിംഗിൽ ഇന്ത്യക്ക് വളരെ പോസിറ്റീവായുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. BBB പോസിറ്റീവ് ആയിരിക്കുകയാണ് ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി റേറ്റിംഗ്, വിശ്വാസ്യത റേറ്റിംഗ്. അതായത് ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് BBB നെഗറ്റീവിൽ നിന്ന് BBB പോസിറ്റീവിൽ എത്തിയിരിക്കുന്നു. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം ഭദ്രമാണ്. അതുമാത്രമല്ല, കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു റേറ്റിംഗ് ആണ് ഈ ഒരു S&P റേറ്റിംഗ്. അമേരിക്കയുടെ തന്നെ റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യയെ വെറുതെ ചൊറിയാൻ പോയി അവസാനം ഇപ്പോൾ ട്രംപ് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയെ പരിഹസിച്ച് ഇപ്പോൾ ആരാണ് ഇളിഭ്യനായത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന് ട്രംപ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ആരുടെയും ഭീഷണിക്കൊന്നും നിന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു രാഷ്ട്രമല്ല ഇപ്പോൾ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് ട്രംപ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.